ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ എല്ലാ കാലത്തും വളർത്താൻ കഴിയുന്ന, എന്നാൽ കാര്യമായ പരിചരണം ഒന്നും വേണ്ടാത്ത, നല്ല ഭംഗിയും നിറവും മണവും രുചിയും ഒക്കെയുള്ള പഴങ്ങൾ തരുന്ന പേരയെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഞാൻ ചട്ടിയിൽ വെച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ പേരച്ചെടി ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് നമ്മുടെ പേരച്ചെടിയെ. ഇത് ഏകദേശം ഒരു 1.5 വർഷം കഴിഞ്ഞ ഒരു പേരയാണ്. ഈ പേരയെ നമ്മൾ നോക്കിയാലുണ്ടല്ലോ, നിറയെ പൂമുട്ടുകളും പൂക്കളും അതുപോലെ ചെറിയ ചെറിയ കായ്കളും അതുപോലെ വലിയ പാകമായ കായ്കളും ഉണ്ട്. അപ്പം ഞാൻ ഇതിനെ അധികം കായ്കളെയും ഞാനിവിടെ പ്ലാസ്റ്റിക് കവറിനകത്ത് ഇട്ട് വെച്ചിരിക്കുന്നത്. കാരണം നന്നായി പഴുത്ത് കഴിയുമ്പം വാവലോ അത് മരപ്പട്ടിയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ഈ പഴം അടിച്ചുകൊണ്ട് പോകും. നല്ല മണവും നല്ല നിറവും നല്ല രുചിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമുക്കിത് ഈ കൂടെ അഴിച്ചിട്ട് നോക്കാം, ഇതിനകത്തെ പേരയ്ക്ക് വല്ലതും പാകമായിട്ടുണ്ടോ, നമുക്കൊരെണ്ണം മുറിച്ച് തിന്നാനെന്ന്. ഇവിടെയൊക്കെ ഉണ്ട്. ഞാൻ എല്ലാത്തിനെയും തന്നെ ഇത് പക്ഷേ അത്രയും വിളഞ്ഞിട്ടൊന്നുമില്ല. ഇവിടെ 2-3 എണ്ണത്തിനെ ഞാൻ ഒരുമിച്ചാണ് കെട്ടിയിട്ടിരിക്കുന്നത്. ഈ വാവലൊക്കെ വന്ന് കൊത്തിക്കഴിഞ്ഞാലേ നമുക്കതിനെ പിന്നെ തിന്നാനായിട്ട് പേടിയാവും. കണ്ടോ, അവിടെ ഉണ്ട്. ഇതൊരു കുഞ്ഞു പേരയാണെന്ന് ഓർത്തണം കേട്ടോ. ഇപ്പോൾ ഇതേപോലെ ചെറുതായിരിക്കുമ്പോൾ തന്നെ പേരകൾ നിറയെ കായ്ക്കണമെങ്കിൽ, നല്ല രുചിയുള്ള പേരയ്ക്ക ഉണ്ടാകണമെങ്കിലുണ്ടല്ലോ, നമ്മൾ ലെയർ ചെയ്തതോ അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്തതോ ആയിട്ടുള്ള പേരയുടെ ചെടികളാണ് നമ്മൾ വളർത്തേണ്ടത്. കണ്ടോ, ഇത് 2-3 എണ്ണം ഉണ്ട്. അതുപോലെ ഇവിടെ ഉണ്ട്. അതേസമയം നമ്മൾ കുരു ഇട്ട് മുളപ്പിച്ചെടുക്കുന്ന പേരയുടെ തൈയാണെങ്കിൽ ചിലപ്പോൾ അത് 3 വർഷം മുതൽ 8 വർഷം വരെ എടുക്കാറുണ്ട് കായ്കൾ ഉണ്ടാകാൻ. അതുപോലെ കായ്കളിലാണെങ്കിൽ ഇതുണ്ട്, ഇത് പാകമായതാണ് കേട്ടോ. അപ്പം നമുക്കിത് ഇതൊന്ന് കണ്ടോ, തൊട്ടപ്പോഴേ പോന്നു. ഒത്തിരി പേരയ്ക്ക ഉണ്ടാകുന്നത് കൊണ്ടാണ് അവർക്ക് വലിപ്പം കുറവ്. പേരയ്ക്കകൾ കുറവാണെങ്കിൽ ഉണ്ടാകുന്നതിന് നല്ല വലിപ്പം ഉണ്ടായിരിക്കും. ഇത് വിളഞ്ഞാണോ നോക്കട്ടെ. ഇതും വലിയ കുഴപ്പമില്ല, പക്ഷേ ഞാനിത് പറിക്കുന്നില്ല. ഇനി വേറെ എവിടെയെങ്കിലും ഇതുപോലെ പാകമായി കണ്ടോ, ഇതൊക്കെ നല്ലതാണ്. ഇഷ്ടം പോലെ എണ്ണം ഉണ്ട് കേട്ടോ. ഇവിടെയും ഞാനിത് കെട്ടിയിട്ടിരിക്കുക. അപ്പം നമ്മൾ ഒരെണ്ണം നമ്മുടെ കൈക്കകത്തോട്ട് പറിച്ചിട്ടുണ്ടേ. നമുക്കൊന്ന് മുറിച്ച് നോക്കാം, കൊള്ളാവുന്ന. ആദ്യം ഇതും പഴുത്തതാണ് കേട്ടോ, കണ്ടോ. അപ്പം ഇങ്ങനെ കിട്ടുന്നത് എന്നാന്ന് വെച്ചാൽ ഈ കെട്ടിയിട്ടാലേ നമുക്കിത് കിട്ടത്തുള്ളൂ. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം എങ്ങനെ ഉണ്ടത്. അപ്പം ഞാൻ ഇതൊന്ന് മുറിക്കുവാണേ. കണ്ടോ, നല്ല കളർ കണ്ടോ. ഇത് ഏത് ഇനമാണ് എന്ന് ചോദിച്ചാൽ ഇത് ജപ്പാൻ പേരയാണെന്ന് പറഞ്ഞാണ് എനിക്കവർ തന്നിരിക്കുന്നത്. ഇത് സ്ഥിരമായി നമ്മളിതിൽ നിന്ന് കായകൾ പറിച്ച് കഴിക്കുന്നതാണ് കേട്ടോ. കണ്ടോ, കുരു വളരെ കുറവാണേ, നല്ല കളറുണ്ട്. അതുപോലെ ഇത് പുറം ചെറിയ മഞ്ഞ നിറത്തിലേക്ക് വരും. നന്നായി പഴുക്കുമ്പോൾ നല്ല മഞ്ഞ നിറം വരും. കണ്ടോ, വളരെ കുറച്ച് കുരു അതിനകത്തുള്ളതേ. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു പീസ് കഴിച്ചു നോക്കട്ടെ. നല്ല മണമാണ് കേട്ടോ, നല്ല മണമാണ്. ഇപ്പോൾ കളറൊക്കെ നിങ്ങൾ കണ്ടല്ലോ. സീഡാണെങ്കിലും നിങ്ങൾക്ക് കാണാം, ഈ ഭാഗത്ത് എങ്ങും ഒരു സീഡില്ല. ഇത് ഇവിടെ ഉണ്ട് സീഡ് കാണുന്നത്, പിന്നെ ഇത് ഇവിടെയാണ് ഒരു സീഡ് കാണുന്നത് കേട്ടോ. അപ്പം ഞാൻ നോക്കട്ടെ. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, ശരിക്കും പറഞ്ഞാണല്ലോ. അപ്പോൾ ഇടയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ, സ്ഥലമൊന്നും കൂടുതലില്ലാത്തവരാണെങ്കിൽ ഇതുപോലൊരു ചട്ടിക്ക് അത് വളർത്തിയാൽ മതി, നമ്മുടെ ആവശ്യത്തിന് കിട്ടും. ഇപ്പോൾ ഈ വീടുകളിലൊക്കെ ഈ പഴച്ചെടികളൊക്കെ വളർത്തുമ്പം അത്യാവശ്യം നമ്മൾ ഒരു 2-3 റെഡ് ലേഡിയും അതുപോലെ ഇതുപോലെയുള്ള ഏതെങ്കിലും വ്യത്യസ്ത ഇനം 2-3 പേരകളും ഒരു ഡ്രാഗൺ ഫ്രൂട്ടും ഉണ്ടെങ്കിൽ നമുക്ക് സ്ഥിരമായി നല്ല പഴങ്ങൾ തന്നെ കിട്ടും. ഇതുപോലത്തെ ചെടി വളർത്താനാണെങ്കിൽ ഇതുപോലത്തെ ഒരു ചട്ടിയുടെ ആവശ്യമേ നമുക്കുള്ളൂ. ഇതുപോലെ പേര പെട്ടെന്ന് വളർന്ന് തൈ ചെടിയായിരിക്കുമ്പോഴേ നിറയെ കായ്കൾ തരുന്നതിന് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാവേ. ഇത് നല്ലൊരിനം പേരയാണേ, കിലോ പേരയാണ്. നമ്മൾ സാധാരണ കിലോ പേരയ്ക്ക് കാണുന്നതെന്ന് പറഞ്ഞാൽ അകവശം വെളുത്തതാണ്, നല്ല മധുരവും ടേസ്റ്റൊക്കെ ഉള്ളതാണ്. ഇത് പക്ഷേ അകവശം ചുവന്നിട്ടുള്ളതാണെന്ന് പറഞ്ഞാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് നട്ട് വയ്ക്കാം. എങ്ങനെയാണ് നടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ തൈ നടാൻ പോകുന്നത് ഈ പാത്രത്തിലാണേ. ഇതിപ്പോൾ ഞാൻ സമയം കിട്ടുന്ന അവസരത്തിൽ നമുക്ക് സൗകര്യമുള്ള സമയത്ത് ഇതുപോലെ നടാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ കൂട്ടി വയ്ക്കുന്നതാണ്. കുമ്മായമിട്ട് പുളിപ്പ് മാറ്റിയ മണ്ണ്, ചകിരിച്ചോറും ചാണകപ്പൊടിയും ഉമിയും ഒക്കെ ചേർത്ത് ഇളക്കി ഇതിനകത്ത് നിറച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ അടിയിൽ മുഴുവനും നമ്മൾ ഇവിടുന്ന് പറിച്ചെടുക്കുന്ന ഈ കാടൊക്കെ ഉണ്ടല്ലോ, ചെടിച്ചോട്ടിലുണ്ടാകുന്ന കളയെല്ലാം കൂടെയാണ് പറിച്ചിട്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ഉണങ്ങിയ ഇലകളിട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ മണ്ണ് വാരി നിറച്ച് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നടണം. അപ്പോൾ ഈ ചട്ടിയുടെ വലിപ്പം കണ്ടോ, നല്ല വലിപ്പമുള്ള ചട്ടിയാണ്. ഇത്രയുമെങ്കിലും വലിപ്പമുള്ള ചട്ടിയാണ് പഴച്ചെടികൾ നടാനായിട്ട് നല്ലത്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇതിനകത്ത് കളകളൊക്കെ വളർന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും
എത്ര ദിവസങ്ങൾക്ക് മുന്നേയെങ്കിലും ആയിരിക്കും ഞാനിതിവിടെ നിറച്ചു വെച്ചിരിക്കുന്നത്. ഈ കള നമുക്ക് പറിച്ച് ഏതെങ്കിലും പാത്രത്തിനകത്ത് ഞാൻ കൂട്ടിയിടുക ചെയ്യുന്നത്. അപ്പോൾ അവർ ചൂട് കൊണ്ട് പെട്ടെന്ന് അഴുകി തുടങ്ങും. അപ്പോൾ നമുക്കിതുപോലെ പാത്രങ്ങളൊക്കെ നിറയ്ക്കാൻ നേരം അതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ എനിക്ക് ചെയ്യാനുള്ള സൗകര്യത്തിന് ഞാൻ ഇവിടെ നിന്ന് ഈ ചട്ടി ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ നടുഭാഗത്ത് നല്ലൊരു കുഴിപ്പം ഇതിങ്ങോട്ട് ഇറങ്ങുന്നുണ്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിനകത്തിരിക്കുന്ന നിറച്ചിരിക്കുന്ന മണ്ണിൻ്റെ ഇളക്കം. അതുപോലെ കണ്ടോ മണ്ണിര, ഇതിനകത്തെല്ലാം നിറച്ച് മണ്ണിരയാണ്. അപ്പം നല്ല ഫലപുഷ്ടിയുള്ള മണ്ണാണ്. അപ്പോൾ സൗകര്യം ഉണ്ടെങ്കിൽ നമ്മളിത് ഇതുപോലെ തെട്ടയിലേക്ക് കണ്ടോ കുറച്ച് കണ്ടോ ഇതിൻ്റെ അടിയിൽ നിന്ന് ഇളകി വരുമ്പം കണ്ടോ പുല്ല് കിടക്കുന്നുണ്ടോ, അടിയിലിട്ടിരിക്കുന്നതാണേ. പക്ഷേ ആ പുല്ലിൻ്റെ ഒരു തലപ്പ് പോലും മുകളിൽ കയറി വരരുത്. കയറി വന്നാൽ ഒരു കളയായിട്ട് പെട്ടെന്ന് വളരും. അപ്പം ഞാൻ ഇതേപോലെ കുറച്ച് മണ്ണിങ്ങോട്ട് മാറ്റിയേ. ഇനി ഈ ചെറിയ കുഴിയിലേക്ക് ഞാൻ എന്നാ ഇടുന്നതെന്നറിയോ, ഇത് കുറച്ച് ചാണകപ്പൊടിയാണേ, ഇത് കുറച്ച് കൂട്ടുവളം തന്നെ. എന്നോട് എപ്പോഴും ആൾക്കാർ കമൻറ്റ് ചോദിക്കാറുണ്ട് എന്താണ് ഈ കൂട്ടുവളം എന്ന്. അതിപ്പം ജൈവവളം നമ്മൾ തരാൻ പറഞ്ഞ വളക്കടകളിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഈ പച്ചക്കറി വളമെന്നോ അല്ലെ കൂട്ടുവളം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് തരുന്നത്. അതിനിപ്പം പേര് പറയുകയാണെങ്കിൽ ആനിമീലെന്നോ അഗ്രോമീലെന്നോ അല്ലെങ്കിൽ സ്റ്റെറാമീലെന്നോ അങ്ങനെ പറയുന്ന എല്ലാം ഒന്ന് തന്നെയുള്ള ഈ കൂട്ടുവളമാണ്. ഇതിനകത്ത് എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, അതുപോലെ ലെതർ മീൽ, അങ്ങനെ പല സാധനങ്ങളുണ്ട്. അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത വളമായതുകൊണ്ടാണ് നമ്മൾ ഈ കൂട്ടുവളം എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടും കൂടെ ഈ ചാണകപ്പൊടിയും ഈ കൂട്ടുവളവും കൂടെ ഞാൻ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുവാണേ. ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുത്തിട്ട് അതിനെ നമ്മൾ ഈ ചുവട്ടിലേക്ക് കുറച്ചിട്ട് കൊടുക്കും കണ്ടോ. ഇപ്പോൾ അത് മണ്ണുമായിട്ട് കൂട്ടിച്ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, മണ്ണുമായിട്ട് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. അതിന് നമുക്ക് ഈ ചെടി എടുക്കണം. അപ്പോൾ ഈ ചെടി എടുക്കുമ്പോൾ ഉണ്ടല്ലോ, ചില നേഴ്സറിക്കാരാണെങ്കിൽ നല്ല മണ്ണിനകത്ത് തന്നെ നല്ല ഇളക്കമുള്ള നമ്മളിവിടെ ചെടികൾക്ക് ഉപയോഗിക്കുന്ന തരത്തിലുള്ള നല്ല മണ്ണ് തന്നെയായിരിക്കും അവരും നിറയ്ക്കാൻ ഉപയോഗിക്കുന്നത്. എന്നാൽ വരവ് ചെടികളൊക്കെ ആണെങ്കിൽ അവരതിനകത്ത് എപ്പോഴും പശിമയുള്ള, ഇത് എവിടെ നിന്നാണോ വരുന്നത് ആ സ്ഥലത്തെ ആശ്രയിച്ചൊക്കെ ഇരിക്കും, അങ്ങനെ പശിമയുള്ള മണ്ണായിരിക്കും ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് ശകലം കട്ടി കാണുന്നുണ്ട് കേട്ടോ. അപ്പം ഇവിടെ ഒക്കെ ഒന്ന് ഞാൻ കുത്തിപ്പൊട്ടിക്കാം. നമ്മളിത് ഇതേപോലെ വെച്ചാണ്ടല്ലോ ചിലപ്പോൾ കുറച്ച് നാൾ ഈ ചെടി വളർന്നേച്ച് അതിൻ്റെ വളർച്ച അങ്ങ് നിന്നു പോകും. കാരണം ഇത് നല്ല കട്ടിയുള്ള മണ്ണ് തന്നെയാണ് കേട്ടോ. ഇങ്ങനെ വരുമ്പോൾ എപ്പോഴും നല്ല എന്നാണെന്നറിയോ, കുറച്ച് വെള്ളത്തിലോട്ട് ഇറക്കി വെക്കുക, ചെടിക്ക് ഒരു ക്ഷതവും വരത്തുമില്ല. അങ്ങനെ ഇതിനെ ഒന്ന് നല്ലോണം വേരൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനോട് ചേർന്നിരിക്കുന്ന മണ്ണ് കണ്ടോ, നമ്മുടെ പോലെയുള്ള മണ്ണല്ല, അവരത് വെച്ച് വളർത്തി എവിടെ നിന്നോ കൊണ്ടുവന്നിരിക്കുന്ന ചെടിയാണ്. അപ്പോൾ അത് നമ്മളൊന്ന് ഞെക്കി ഇളക്കി കൊടുത്തിട്ട് വേണം ഇവരെ വളർത്താൻ, അല്ലെ ഇവരുടെ വേര് നമ്മുടെ മണ്ണിലേക്ക് പെട്ടെന്ന് വളർന്നിറങ്ങി തുടങ്ങത്തില്ല. അപ്പോൾ ഇത് ഞാൻ എല്ലാ ഭാഗവും തന്നെ നല്ലോണം ഒന്ന് ഞെക്കി ഉടച്ചിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിതിനെ നമ്മുടെ പാത്രത്തിനകത്തേക്ക് വെക്കണം. ഇനിയിപ്പോൾ കുഴപ്പമില്ല, വേരൊക്കെ നല്ലോണം ഇളകിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ വേരെ ഇളക്കി വെക്കുമ്പോൾ ഉണ്ടല്ലോ, പറ്റുമെങ്കിൽ ഒരു 2 ദിവസത്തേക്കിന് തണൽ കൊടുക്കുകയോ ചെടിയെ തണലത്തേക്ക് മാറ്റി വയ്ക്കുകയോ ചെയ്യുന്നത് നല്ലതാണേ കണ്ടോ. അപ്പം ഞാൻ ഇതിനകത്തേക്ക് വയ്ക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം കുറച്ച് മണ്ണ് നമ്മൾ നേരത്തെ കൂട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ വളം ചേർത്ത മണ്ണിനെ ഈ ചെടിയുടെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുത്ത് എപ്പോഴും ഇതുപോലെ നമ്മൾ നടുമ്പം ചെടിയെ നല്ല സെൻറ്ററിൽ തന്നെ നടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ വെച്ചു, ഏകദേശം സെൻറ്ററാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഇളക്കി വെച്ചിരിക്കുന്ന വളമില്ലേ, അത് കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കണ്ടോ. ഈ വളം ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുവാണേ ഇതിൻ്റെ ചുറ്റിലേക്കും. ഏത് വളമാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ ചെടിയെ മണ്ണ് ചേർത്ത് ഇളക്കിയിട്ടോ അല്ലെങ്കിൽ ചെടിയുടെ തണ്ടയിലും വേരയിലും ഒന്നും മുട്ടാത്ത വിധത്തിലോ ചേർക്കുന്നതാണ് നല്ലത്. ഇനി ഞാൻ അതിനകത്ത് ചെയ്യുന്നതെന്നറിയോ, ഇതിനകത്തേക്ക് ഇത് വേറൊരു ചട്ടി ഇതുപോലെ ഞാൻ ഒരുക്കി വെക്കുന്നതാണേ. അതിനകത്തുനിന്ന് കുറച്ച് ചവറെടുത്ത്, ഇത് ചോളമായിരുന്നു കേട്ടോ, ഇതിവിടെ കിടന്നു കഴിഞ്ഞാൽ കിളുക്കും കണ്ടോ. ചെറുതായതുകൊണ്ട് ഞാൻ കളഞ്ഞിരുന്നതായിരുന്നു. നമുക്ക് ഇതിനകത്തുനിന്ന് വിത്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ ചുവട്ടിലേക്ക് എന്തെങ്കിലും പച്ചിലകളോ അല്ലെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് പുത കൊടുക്കണം. ഞാൻ സാധാരണ വാഴക്കച്ചി ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കാറുണ്ട്, എന്നിട്ട് അതാണ് ഇട്ട് കൊടുക്കുന്നത് പുതയായിട്ട്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വാഴക്കച്ചിയോ അല്ലെങ്കിൽ പച്ചിലകളോ കൊണ്ടുവന്നിട്ട് ചവറ് കൊടുക്കും. നിങ്ങൾ നല്ലോണം ഇത് പുത കൊടുക്കണം. പുത കൊടുക്കുന്നതിൻ്റെ ഗുണമൊക്കെ നമുക്കറിയാലോ എന്തൊക്കെയാണ്. ഇതിനകത്ത് ചുവട്ടിൽ നനവ് നിലനിൽക്കും, അതുപോലെ തന്നെ കളകൾ വളരുന്നത് കുറയുകയും ചെയ്യും. ഇനി നമുക്കിതിന് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. പേരയ്ക്കുണ്ടല്ലോ വളരുന്ന സമയത്ത്
വളരുന്ന സമയത്ത് നമ്മൾ നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഈ പാത്രങ്ങൾക്കകത്തൊക്കെയാണ് വെച്ച് വളർത്തുന്നതെങ്കിൽ, ഗ്രോ ബാഗുകളിലും പാത്രങ്ങളിലൊക്കെ വളർത്തുമ്പം നിർബന്ധമായും ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. അതുപോലെ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഈ പേര വളർത്താൻ. എങ്കിൽ മാത്രമേ പെട്ടെന്ന് കായ്കൾ ഉണ്ടാകത്തുള്ളൂ, അതുപോലെ വലിയ കായ്കളും ഉണ്ടായി കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ ഇതിൻ്റെ ചുവട്ടിലോട്ട് ഈ വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുക്കുവാണേ. അപ്പം മണ്ണ് നനഞ്ഞിരുന്നോളും, അവർ പെട്ടെന്ന് ചുവട് പിടിച്ചോളും. ഇതതുപോലെ നമ്മുടെ വേറൊരു പേരയാണേ, ഈ ബക്കറ്റിനകത്താണ് നിൽക്കുന്നത്. പക്ഷേ അതിനകത്തോടെ ഈ ബസളാച്ചീര എന്നാണ് ഇതിൻ്റെ പറയുന്ന വള്ളിച്ചീരയെ. ആ വള്ളിച്ചീര അത് എവിടെ നിന്നാണോ വന്ന് പടർന്ന് കയറിയിട്ടുണ്ട്. ഇതെന്നാണെന്നറിയോ, ഇത് നമ്മുടെ മൊസാമ്പി ഈ ചെടിയെന്ന് കണ്ടോ, ഇത് നിറച്ച് മൊസാമ്പി ഉണ്ടായിരുന്നു, അത് പൊഴിഞ്ഞ് വീഴുന്നതാണേ. ഇനി ഇതുപോലെ വരുന്ന ചെടികൾക്ക് നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വളം ഇട്ട് കൊടുക്കണം. അതിപ്പം നമ്മൾ എന്തെങ്കിലും കമ്പോസ്റ്റ് വളം, ചാണകപ്പൊടിയോ കോഴിവളമോ, എന്നോട് ചില ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട് കോഴിവളം ചേർക്കാവോന്നേ. കോഴിവളം നമുക്ക് ചൂട് കളഞ്ഞ് വെച്ചിട്ട് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം, നല്ല വളമാണ്. പക്ഷേ ഞങ്ങളെപ്പോലെ ഒന്നുമുള്ള ആളുകൾക്ക് ഈ കോട്ടയത്തൊന്നും കോഴി ഫാം എവിടെയാണെന്നും അറിയത്തില്ല. ഞാനിങ്ങനെ തന്നെത്താനെ നടത്തുന്ന ചെറിയൊരു കൃഷിയാണല്ലോ, അതുകൊണ്ട് എനിക്ക് കോഴിവളം സംഘടിപ്പിക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഞാനിതുവരെ ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ ഒരു പ്രാവശ്യം എങ്ങാണ്ട് എനിക്ക് എവിടുന്നോ ഒരാൾ തന്നിട്ട് കുറച്ച് മാത്രം. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നതൊക്കെ ഈ മേടിക്കുന്ന വളങ്ങളും, പിന്നെ നമ്മളിവിടെ ഉണ്ടാക്കുന്ന നമ്മുടെ കിച്ചൺ വേസ്റ്റിൽ നിന്നുണ്ടാക്കുന്ന വളം, അതുപോലെ നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നുണ്ടാക്കുന്ന വളം ഒക്കെയാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ കൂട്ടുവളമാണേ. ആ തണ്ടേ മുട്ടാതെ ഞാൻ കുറച്ച് കൂട്ടുവളം, ഇതിൻ്റെ ചോട്ടിതേ ഇതുപോലെ ഉണങ്ങിയ ഇലകളൊക്കെ കിടക്കുന്ന കണ്ടോ, ഇങ്ങനെ കിടന്നെങ്കിൽ മാത്രമേ ചെടിയുടെ ചുവട്ടിൽ നല്ല വേരോട്ടം കിട്ടുകയും ചെടിക്ക് തണുപ്പ് കിട്ടുകയും ചെയ്യുള്ളൂ. ഇതുപോലെ നമ്മൾ വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും കുറച്ച് മണ്ണ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണേ. അപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ നമ്മൾ ഇളക്കിയെടുത്ത മണ്ണില്ലേ, ഇത് ബാക്കി കിടക്കുന്ന വളവുമായിട്ട് കൂട്ടി മിക്സ് ചെയ്തിട്ട് പൊടിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്തൊന്നും ഇട്ട് കൊടുത്താൽ പിന്നെ മണ്ണ് കട്ട പിടിക്കത്തില്ല കേട്ടോ. അപ്പോൾ ആ മണ്ണ് കളയാതിരിക്കുകയും ചെയ്യാം. അല്ലേ പിന്നെ ഞാൻ ഈ ടെറസയിൽ നിന്ന് ഇത് ചുമന്ന് പറമ്പിൽ കൊണ്ടുപോകണം ഇത് കളയാൻ, വലിയ കുഴപ്പമില്ല ഇത്. അപ്പം ഞാൻ ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിവിടെ നിന്ന് വളരട്ടെ. അതുപോലെ ഈ നമ്മുടെ പേരയ്ക്കുണ്ടല്ലോ, pH എന്ന് പറയുന്നത് ന്യൂട്രൽ pH എന്ന് പറയുന്നത് 7ആണ്. pH ഒരു 5 മുതൽ 7 വരെയുള്ളതാണ് പേരകൾ ഇഷ്ടപ്പെടുന്നത്. അതായത് ഒരു ചെറിയ അസിഡിറ്റി ഉള്ള മണ്ണാണ് അവർക്കിഷ്ടം. കണ്ടമാന അസിഡിറ്റി ആയി പോകരുത്, ചെറിയൊരു അസിഡിറ്റി. അങ്ങനെ നമ്മൾ ഈ പേരയുടെ ചുവട്ടിൽ അസിഡിറ്റി നിലനിർത്താൻ നമുക്ക് ഏറ്റവും നല്ലത് എന്നാണെന്നറിയോ, നമ്മുടെ ജൈവ സ്ലറി. നമ്മൾ ജൈവ സ്ലറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്, ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ചില്ലി ജാസ്മിൻ ജൈവ സ്ലറി എന്ന് അടിച്ചാൽ കിട്ടും. ഇത് ഞാൻ ജൈവ സ്ലറി എടുത്ത് ഇരട്ടിയായിട്ട് നേർപ്പിച്ചതാണേ. പഴച്ചെടികൾക്കൊക്കെ നമുക്ക് അത്രയും ഒക്കെ കട്ടിയിൽ ഉപയോഗിച്ച് കൊടുക്കാം. ഇത് കണ്ടോ, ഇതൊരു പേരയാണേ. അപ്പം ഞാൻ ഈ പേരയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലിങ്ങനെ പേരയ്ക്കൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ കാണാനുണ്ട്. ഇത് 2 പേരയ്ക്കയുണ്ട്, ഇവിടെ ഒരു പേരയ്ക്കയുണ്ട്. അങ്ങനെ പലയിടങ്ങളിലുമുണ്ട്. പേരയ്ക്ക നമുക്ക് കേടില്ലാതെ, പുറത്ത് പാടുകളൊന്നും ഇല്ലാതെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുഞ്ഞു പേരയ്ക്ക ആയിരിക്കുമ്പോഴേ നമ്മളതിന് കൂടിയിട്ട് കൊടുക്കണം. അപ്പോൾ അത് കേടുകളൊന്നും വരത്തില്ല. പിന്നെ ഈ പേരച്ചെടികൾക്ക് കാണുന്ന ഒരു രോഗം എന്ന് പറയുന്നത്, കൂടുതലായി കാണുന്ന ഒരു രോഗം എന്ന് പറയുന്നത് മീലി ബഗ്സ് ആണേ, മീലി മൂട്ടകളാണ്. അത് ഇലകളുടെ അടികളിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച് വെളുത്ത നിറത്തോടെ ഇരിക്കും. അപ്പം മീലി ബഗ്സ് വന്നു കഴിഞ്ഞാൽ, മീലി മൂട്ടകളുടെ ശല്യം ചെടികളിൽ, അത് പച്ചക്കറി ചെടികളിലായാലും പഴച്ചെടികളിലായാലും വന്നാൽ എങ്ങനെയാണ് മാറ്റേണ്ടത് എന്നുള്ളതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. എപ്പോഴും പേരയുടെ പൂക്കളും കായ്കളും ഉണ്ടാകുന്നത് ഇളം തണ്ടുകളിലാണേ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വളർന്നിട്ട് വളർച്ച നിന്ന പോലെ നിൽക്കുവാണേ, മുരടിച്ച് നിൽക്കുന്ന പോലെ നിൽക്കുവാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്നാണെന്നറിയോ, ഇച്ചിരി ബലമുള്ള ഭാഗത്ത് വെച്ചിട്ട് ഈ കമ്പങ്ങ് മുറിച്ച് കളയണം. അപ്പോൾ ഈ ഇലകളുടെ ചോട്ടിൽ നിന്ന് തളിര് വരികയും ആ തളിരിൽ പെട്ടെന്ന് പൂക്കളും കായ്കളും ഉണ്ടാകുകയും ചെയ്യും. അപ്പം ഞാൻ ഇതിൻ്റെ കുറച്ച് ഭാഗം, പിന്നെ നമ്മൾ ഈ ടെറസിലൊക്കെ വളർത്തുന്നവരാണെങ്കിൽ ഇങ്ങനെ ഉയരം വെക്കാതെ വിടുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് പേരയ്ക്ക് ഇഷ്ടം പോലെ ഉണ്ടായും കിട്ടും, ചെടി കണ്ടമാനം വളർന്നും പോകത്തില്ല. പിന്നെ ഇതുപോലെ വളർന്നു വരുന്ന കമ്പിന് നമുക്ക് വേണമെങ്കിൽ ലെയർ ചെയ്തിട്ട് ഇതിൽ നിന്ന് തൈകൾ ഉണ്ടാക്കാം. ഇനിയിപ്പോൾ എൻ്റെ ടെറസയിൽ എന്ന് പറഞ്ഞാൽ ഇനി ഒന്നും പുതിയതായിട്ട് നട്ടുപിടിപ്പിക്കാൻ പറ്റാത്തത്ര പോലെ ഏകദേശം നിറഞ്ഞിരിക്കുവാണ്. അതുകൊണ്ട് ഞാൻ പുതിയ തൈകൾ ഉണ്ടാക്കാൻ നോക്കുന്നില്ല. അങ്ങനെ ഉണ്ടാക്കേണ്ടവരാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്കും നമ്മുടെ തോട്ടത്തിൽ നിന്ന് എന്നും തന്നെ പേരയ്ക്ക വിളവെടുക്കാനായിട്ട് കിട്ടും. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.